ഹലോ ഗൈസ്, നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വീഡിയോ ഒന്നുമല്ല. ടൈറ്റിൽ കൊടുത്ത് വെക്കുന്ന പോലെ തന്നെ അവൾ നമ്മളെ തേച്ച കഥ പറയാൻ പോകുന്നു. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കണ്ടാൽ മതി. പ്രേമിക്കുന്നവരും എടുക്കുന്നവരും അതാണായാലും പെണ്ണായാലും എനിക്ക് പറ്റിയ അനുഭവം പറഞ്ഞു തരാം. വൺ സൈഡ് ലവ് അങ്ങനെയുള്ള ആർക്ക് വേണേലും ഒക്കെ കാണാം. ഇത് കഥ പറയുന്നൊരു വീഡിയോ ആണ്. അപ്പം അത് താല്പര്യമുള്ളവർക്ക് കാണാം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അപ്പം ഇത് സംഭവം നടക്കുന്ന ഒരു 4-5 ദിവസമായി. ഞാൻ അവസാനമായിട്ട് അവളെ കാണാനെ കൊണ്ട് നമ്മൾ സ്ഥിരം പോകുന്ന സ്പോട്ടിൽ തന്നെ പോയി. ഡ്യൂക്ക് 250 പോയത്. അവിടെ പോയി അങ്ങനെ നിൽക്കുന്ന സ്പോട്ടിൽ തന്നെ നിന്ന് ആ കാടിൻ്റെ നടുക്ക്. അപ്പോൾ ഇവള് വന്നു, ഞാൻ കൈ കാണിച്ചു. സാധാരണ പെൺപിള്ളേരെ ആൺപിള്ളേരാണ് വീഴ്ത്തുന്നത്. ഇത് അവളെ കണ്ട് പേടിച്ചിട്ട് ഞാൻ വണ്ടി സ്റ്റാൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ചെറിയ ഇറക്കം പോലുള്ളൊരു സ്ഥലത്താണ് നിന്നത്. പെട്ടെന്ന് കാല് കുത്തി സ്റ്റാൻഡ് ഇടാൻ നോക്കിയത്. ഞാൻ മറിഞ്ഞങ്ങ് വണ്ടി ഇടത്തെ സൈഡിലോട്ടങ്ങ് മറിഞ്ഞങ്ങ് പോയി. ഞാനും അതിൻ്റെ കൂടെ അങ്ങ് മറിഞ്ഞപ്പോഴത്തേക്ക് ഇവള് വണ്ടി നിർത്തി. ഞാൻ കൈ കാണിച്ചല്ലോ. ഇവളൊരു സ്കൂട്ടിക്കകത്താണ് പോകുന്നത്. LBW LLB ആണ് സംഭവം. പുള്ളിക്കാരി നിർത്തി. അപ്പോഴത്തേക്ക് ഞാനെന്തുവാ വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് മറിഞ്ഞു വീണ്. ഞാനാണെന്തോ പുറകിലോട്ട് കറങ്ങി തല കുത്തി, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, മുട്ട് കുത്തി ഇങ്ങനെ അങ്ങ് നിന്ന്. ഞാൻ എന്നിട്ട് മുട്ട് കുത്തി നിന്നുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് കുറച്ച് അതെ എനിക്കൊരു കാര്യം പറയണം, ഇങ്ങനെ ഇഷ്ടമുണ്ടെന്ന് പറയാം. അപ്പോഴത്തേക്ക് ഞാൻ കുറേ ദിവസം അവളുടെ പുറകെ പോയി ഇങ്ങനെ ആ സ്പോട്ടിൽ തന്നെ നിന്ന് അവളെ വെറുപ്പിച്ച്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ തന്നെ കിടപ്പുണ്ട്. അവളെ വെറുപ്പിച്ചുകൊണ്ട് അവൾ എന്താക്കി, അവൾ ഭയങ്കരമായിട്ട് അങ്ങ് ചൂടായിട്ട് എൻ്റെ അടുത്ത് പറയുക, ഇങ്ങനെ കൈ കൊണ്ടിക്കൊണ്ട് ഞാൻ എന്നും കോടതിയിൽ പോയിട്ടാണ് വരുന്നത്, തന്നെ ഞാൻ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കും, തനിക്ക് ഇത് ഏത് വകുപ്പിലെ കേസാണെന്നറിയാം. ഞാൻ അപ്പോൾ പറഞ്ഞ് സെക്ഷൻ 78 എന്ന് ചോദിച്ച്. അപ്പോൾ അവൾ പറയുന്നു പോടോ എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഭയങ്കര ദേഷ്യം. ഞാനിപ്പോൾ വീഡിയോ ചെയ്യേണ്ടതല്ല. ഞാനിപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ ജോലിക്കങ്ങ് പോകും. പിന്നെ അവിടെ വീഡിയോ എടുക്കാനും പിടിക്കാനും കാര്യം പറയാനും പറ്റത്തില്ല. ഇതിപ്പോൾ ആരും ചോദിച്ച കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എന്താക്കി, ഞാൻ ഇതേപോലെ പറഞ്ഞു വന്ന സംഭവം എന്തായിരുന്നു, ഞാൻ പറഞ്ഞ് 78 ഇതല്ലേ, അതുകൊണ്ട് എനിക്കറിയാമെന്ന് പറഞ്ഞു. അവൾ പറയാം ഒന്ന് പോടോന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ടെന്താ ഇവള് എൻ്റെ അടുത്ത് ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ വിരലിങ്ങനെ ആടുന്നുണ്ട് കേട്ടോ. പക്ഷേ സൗണ്ടൊക്കെ നല്ല രസമാണ്. ഇവളുടെ കണ്ണൊക്കെ തിളങ്ങി. ഇവിടെ പെരുവിരൽ തൊട്ട് എന്താ തലമുടി രോമവും വിരലിൻ്റെ തുമ്പ് വരെ എന്നോടുള്ള കലി ഇങ്ങനെ ഇതാക്കുവാണ്. പക്ഷെ 100% കലിപ്പ് എൻ്റെ അടുത്ത് അങ്ങ് കാണിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ച് അവൾ 100% കലിപ്പ് എൻ്റെ അടുത്ത് ഇതാക്കുക, അല്ലെ 50%, 10% ആയിരിക്കാം. ചെറിയ മോശം വാക്കുകളൊന്നും പറയുന്നില്ല. എൻ്റെ മര്യാദയ്ക്ക് ഞാൻ ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇനി എൻ്റെ പറയാൻ നടന്നാൽ ഞാൻ വീട്ടിൽ പറയും. പിന്നെ തന്നെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കും. ഏത് ഇതാണെന്നൊക്കെ അറിയാവോ, ഞാൻ കോടതിയിലാണ് പോയിട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യം. പക്ഷേ അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ കേൾക്കുമ്പം ഈ പെൺപിള്ളേർക്ക് അറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഒരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ, ആൺപിള്ളേർക്ക് ഇഷ്ടമാണെങ്കിൽ, അപ്പം അവർക്ക് ഈ പ്രേമിക്കുന്ന പെൺപിള്ളേർ ഓപ്പോസിറ്റ് കളിച്ചാലും എടുത്താലും ഒക്കെ ഇതാവത്തില്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന സ്പോട്ടിൽ വന്ന് 2 പേരും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതിപ്പം ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അങ്ങനെ എന്നിട്ട് എന്തായി, ഇത് ഇവിടെ നിന്ന് ആരും അങ്ങനെ വരാത്ത ഏറിയാണ്. ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എന്തുവാണോ പരിപാടി, നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് മാറിയിക്കാം. എന്നിട്ടെന്താ ഇപ്പോൾ പറഞ്ഞു വന്നേ പോയി, ആ മൂടങ്ങ് പോയല്ലേ. എന്നിട്ട് നേരെ ഇവള് പറയുക, ഇവളിങ്ങനെ എന്തോ കളിച്ച്. പക്ഷേ ഇപ്പം പിള്ളേർക്ക് അറിയത്തില്ലല്ലോ എന്താ, നമുക്ക് അവർ കളിക്കുമ്പോൾ നമുക്ക് അത് ഒബ്സർവ് ചെയ്യാനുള്ള ഇത് ഉണ്ടെന്ന്.
അങ്ങനെ വേണേൽ പറയാം. സത്യത്തിൽ റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ അവളുടെ ഭാഗത്താണ് ശരി. എന്നെ സംബന്ധിച്ച് യോഗ്യത, പഠിപ്പ്, വിവരം, വിദ്യാഭ്യാസം, പിന്നെ പണം, കുടുംബ പാരമ്പര്യമായിട്ടാണെങ്കിലും സ്വത്തുക്കൾ കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിലും വട്ടപൂജയാണ്. അപ്പോൾ അവളുടെ ഭാഗത്താണ് ശരി. അവൾക്ക് എന്നെക്കാട്ടി നല്ല ചെറുക്കനെ കിട്ടും. സാധാരണ പെൺപിള്ളേരാണ് ആണുങ്ങളെ ശപിക്കുന്നത്. ഞാൻ നേരെ തിരിച്ച് എനിക്ക് ശപിക്കാൻ ഒക്കെ തോന്നി. അവൾ മുടിഞ്ഞു പോണേ, പിന്നെ മുടിഞ്ഞു പണ്ടാര അടിച്ചു പോണേ, എന്നിട്ട് കിളവിയായി ഏതെങ്കിലും ഒരു ചമ്പനെ കെട്ടി അവൻ്റെ വല്ലപ്പോഴും ഇടിയും തൊഴിയൊക്കെ കൊണ്ട് നമ്മളെ പണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് എന്താക്കണം, അത് നിന്നെ ഇതേപോലെ ഇതാക്കിയത് കൊണ്ട് ഞാനിങ്ങനായി. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കയ്യെന്നിട്ട് വീഡിയോയുടെ ലെങ്ത് കൂടാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും ശപിക്കത്തൊന്നുമില്ല. പെൺപിള്ളേർ ശപിക്കും, പെണ്ണുങ്ങൾ ശപിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ശപിക്കാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല. സത്യത്തിൽ അവളുടെ ഭാഗത്താണ് റിയാലിറ്റി, മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ അവളെ ശപിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ അതിന് ശേഷം ഞാൻ അവളെ കാണാനങ്ങനെ പോയി നിന്ന് ശല്യപ്പെടുത്താറില്ല. പിന്നെ നമ്മൾ വണ്ടി എടുത്ത കാര്യം ചോദിക്കുവാണെങ്കിൽ വണ്ടി ഇപ്പോൾ ഇതുവഴി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് വീട്ടിലാണ് കേട്ടോ. വണ്ടി എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി. ഞാൻ ഓൾറെഡി 3 വർഷമായി ഇങ്ങനെ വണ്ടി എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക. അങ്ങനെ വണ്ടി എടുത്തിട്ട് എനിക്കെന്താ പേടിയെന്ന് വെച്ചാൽ ഓൾറെഡി കുറച്ച് ഫണ്ടാക്കിയപ്പോഴത്തേക്ക് ഓൾറെഡി 3 വർഷം കൊണ്ടേ വണ്ടി എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ചാടിക്കയറി വണ്ടി എടുത്ത് ഒന്ന് പേടി. ചിലപ്പം നമ്മൾ ഒക്കെ സാധാരണക്കാരല്ലേ, ഇനി കുറേ നാളൂടെ വെയിറ്റ് ചെയ്ത് ഇടയ്ക്ക് വെച്ച് വല്ലതും പോയാലോ എന്ന് വിചാരിച്ചാണ് വണ്ടി എടുത്തത്, മനസ്സിലായ? ഈ വീഡിയോ ചെയ്യുന്നവന്മാരൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം. ഈ കൈ ഇങ്ങനെ ഫോണ് തലതിരിച്ച് പിടിച്ച് വീഡിയോയുടെ ക്ലാരിറ്റി കിട്ടാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പം കൈയുടെ ഈ തിണ്ണ അങ്ങ് വേനെടുക്കും. ഞാൻ പിന്നെ എന്താ ഇത് അവിടുന്ന് ഞാൻ നേരെ നോക്കി അവൾ അങ്ങ് പോയി. ഞാൻ നേരെ എന്തോ ആക്കിയെന്നറിയോ, നേരെ കൂടൽ ബിവറേജിൻ്റെ അവിടോട്ട് അങ്ങ് പോയി. അവിടെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല റോഡാണ്. അപ്പം അതുവഴി ഇങ്ങനെ വീശി നമുക്കൊരു 10-40 കിലോമീറ്ററിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ചരിച്ച് കിടത്തി പോകാൻ വേണ്ടി പറ്റും. ബിവറേജിൻ്റെ അതുവഴി അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ആ ഭാഗത്തെങ്ങാണ്ട് ഈ ഈഗിൾ ഗെയിമിങ് എന്നൊക്കെ പറഞ്ഞ പുള്ളിൻ്റെ ഒക്കെ വീട്. നമ്മൾ ബിവറേജിലൊന്നും കയറിയില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് നമ്മൾ നേരെ പോയി ബിവറേജിൽ കയറി സാധനം എടുത്ത് അടിച്ച് നമ്മുടെ ശങ്കും കരലും പാട്ടുന്ന എന്തിനാ, മനസ്സിലായോ? അതുവഴി വളഞ്ഞ് അങ്ങനെ വരാം. മറ്റേത് നേരെ വരുമ്പോൾ ഇച്ചിരി കിലോമീറ്റർ കുറവ്, അതുവഴി വരുമ്പോൾ നല്ല റോഡും. ഞാൻ വണ്ടി ഇങ്ങനെ ആസ്വദിച്ച് ഓടിച്ച് വരാൻ വേണ്ടി പറ്റും. പക്ഷേ വണ്ടി ചെറുതായിട്ട് ചരിഞ്ഞ് വീണുകൊണ്ട് ഒന്നും പറ്റിയൊന്നുമില്ല. മിററിൻ്റെ ആ ചെറിയ ഇങ്ങനെ ചരിഞ്ഞ്, അത് ഞാൻ അങ്ങോട്ടൊന്ന് തള്ളി വെച്ചപ്പോഴതൊന്ന് ശരിയായി. അല്ലാതെ ഒരു സ്ക്രാച്ച് പോലും പറ്റില്ല. അതെന്തായാലും കാര്യമായി, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടിയാൽ. അങ്ങനൊക്കെയാണ് കാര്യത്തിലെ സംഭവം. അപ്പം ഇന്ന് എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച്. നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് 10 പൈസ കിട്ടും, അല്ലെ ഇത് 10 പൈസ ഉണ്ടാക്കി വലിയ കൊണാണ്ടറാവണമെന്നൊന്നും ആഗ്രഹമില്ല. ഇതെൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ഇടുന്നതാണ്. ഓൾറെഡി നമ്മുടെ വീഡിയോ കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജെൻറ്റിൽമാന്മാരായിട്ടുള്ള ആൾക്കാരെ കാണാൻ തോന്നുന്നു. പിന്നെ ഭയങ്കര സമൂഹത്തിൽ വലിയ നിലയിലൊക്കെ ഉള്ള അങ്ങനല്ല, അതിനെന്തോന്ന് പറയുമല്ലോ, നല്ല വലിയ ടീമായിട്ടുള്ള ആൾക്കാരൊക്കെ തോന്നുന്നു കാണുന്നത്. ഒരുവിധം അറിവ്, വിവരം, പക്വത ഒക്കെ ഉള്ളത്. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊന്നും അങ്ങനെ കൂടുന്ന കാര്യമൊന്നുമില്ല. എല്ലാവരും കുറച്ച് ഇനി ഈഗോ ഉള്ളതാണോ ഇല്ലയെന്നും അറിയത്തില്ല. അഥവാ ഇവൻ രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ആരും ഒന്നും ചെയ്യാത്തതായിരിക്കും. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇതാക്കുന്നതാണ്. നമ്മൾ ഇപ്പം 2-3 ദിവസമൂടെ കഴിയുമ്പോഴത്തേക്ക് ജോലിക്ക് പോകും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ശല്യം അധികം ഉണ്ടാകത്തില്ല. എന്നാലും ഷോർട്ട് വീഡിയോ ഒക്കെ ഇടും. ഇതൊരു ഇങ്ങനെ ഫാഷൻ്റെ പുറത്തൊക്കെ ഒന്ന് ചെയ്യുന്നതാണ് കേട്ടോ. ഫാഷൻ്റെ പുറത്തല്ല, ചുമ്മാ വേറെ സമയം പോക്കില്ല. വേറെ വീട്ടിൽ വേറെ പണിയൊന്നുമില്ല. ഇതേപോലെ ഇടയ്ക്ക് ഓരോ പണിക്ക് കാര്യങ്ങൾ പോവും. എന്നിട്ട് നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക, വീട്ടുകാർക്ക് അത് ഇതൊക്കെ ആക്കുക. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുവാണ് കാരാപ്പാരെ. പിന്നെ 10 വർഷം മുമ്പ് ഇങ്ങനെ ഇഷ്ടം ഉണ്ടായതുകൊണ്ട് അവളുടെ അടുത്ത് വന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവളുടെ ഭാഗത്താണ് മൊത്തം സത്യവും ന്യായവും റിയാലിറ്റി അല്ല. നമ്മൾ മണ്ടൻ പൊട്ടൻ പിന്നെ
എന്താ പറയുക വിവരമില്ലാത്തവൻ ഇങ്ങനെ ഇതാക്കി ആകെ മോശമായി എന്ന് തോന്നുന്നു. അപ്പം പക്ഷേ നിങ്ങൾക്ക് ഒക്കെ ഒരു നല്ല ജോലി ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ചിലപ്പം ഇങ്ങനെ ഇഷ്ടം വൺ വേ ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിച്ച് നിൽക്കാതെ പോയി പെൺപിള്ളേരുടെ അടുത്ത് കാര്യം പറയണം കേട്ടോ. അഥവാ അങ്ങ് വളഞ്ഞാലോ, എല്ലാവർക്കും ഒരേ അനുഭവം ഉണ്ടാവണമെന്നില്ലല്ലോ, മനസ്സിലായോ? അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം വീഡിയോയുടെ ലെങ്ത്തൊക്കെ കൂടി, ആരും ഇതുവരെ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല, അതെനിക്കറിയാം. ഇതെല്ലാം ഒരു രസത്തിന് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പെൺപിള്ളേരെയൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ താമസിച്ച് നിന്നും എടുത്തുമൊക്കെ എടുക്കാൻ നിൽക്കാതെ അപ്പോഴേ ഒന്നും ഇഷ്ടമാണ് പറയുക. ഞാൻ വളരെയധികം താമസിച്ച് പോയി, 10 വർഷത്തിൽ കൂടുതലായി. അവൾ ഇത് അന്നേ ഒന്ന് പറഞ്ഞു വളയ്ക്കണമായിരുന്നു. ഇപ്പം ഓൾറെഡി ആ പെണ്ണ് ഇതാണ്, മനസ്സിലായോ? കോടതിയിൽ LLB ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര അറിവ് വിവരം പക്വതയൊക്കെ ഉള്ളതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് വുമൺ ആവാനാണ് ചാൻസ്. ചിലപ്പം ഇനി കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ ഇല്ലയോ അതൊന്നും ഇനി നമുക്ക് തിരക്കാനോ ഇത് അന്വേഷിക്കാനോ ഒന്നുമുള്ള അധികാരമില്ല. പണ്ടൊക്കെ ഓരോ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓരോ വൃത്തികെട്ട ഇതും പിന്നെയും ശല്യം ചെയ്യാൻ നടക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ ചീപ്പ് പരിപാടിയാണ്, മനസ്സിലായി? അവർക്ക് താല്പര്യമില്ലേ നമ്മളും പിന്നെ ഇത് ഇല്ലാരാണ്ട് പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കുറച്ച് പണത്തിനോട് എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെ, എല്ലാവർക്കും കുറച്ച് പൈസ ഇഷ്ടമുള്ളതെന്ന് ഉള്ള ആഗ്രഹമുണ്ട്, മനസ്സിലായി? പക്ഷേ ആ പൈസ കിട്ടത്തില്ല. അപ്പം എന്നും പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. എന്ന് പറഞ്ഞാൽ അങ്ങ് പ്രേമവും പൈസയും ഒക്കെ ഇതേപോലെയാണ്. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. ഓക്കെ, സങ്കടമുണ്ട്. പിന്നെ ഇതാണ് സംഭവം, ഇതാണ് യഥാർത്ഥത്തിലെ റിയാലിറ്റി സംഭവം. അപ്പം ശരി ഗൈസ്, ഞാനിപ്പം വീഡിയോ എടുക്കുന്ന സ്ഥലം കണ്ട, അവിടെ 2 പയ്യന്മാർ ഇപ്പോൾ ഉണ്ടായിരുന്നു. എന്ത് വരുന്ന പരിപാടി, കള്ളവഞ്ചാക്കാണോ എന്തോ.